വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയകളിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നമ്മുടെ NS 200 ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാണ്. അപ്പോൾ പ്രീവിയസ്ലി ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു NS 200 ഒരു റൈഡ് റിവ്യൂ, അതായത് റൈഡ് റിവ്യൂ മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇരിക്കുന്ന മുതലിട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് BS 6.2 അഥവാ BS7 പലരും പലതാ വിളിക്കുന്നത്. ആ മോഡൽ NS 200 വന്നിട്ടുണ്ട്. നമ്മുടെ ഡിജിറ്റൽ കൺസോളുള്ള LED ആ ഒരു റിവാഴ്സ്ഡ് ഹെഡ്ലൈറ്റ് ആയിട്ടുള്ള മോഡൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഓടിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. എനിക്ക് വണ്ടി ഓടിച്ചിട്ട് തോന്നിയ ഫീലിങ്സ്, വണ്ടീനെ പറ്റി വേണമെങ്കിൽ കുറച്ച് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ബജാജ് ഇങ്ങനെ അപ്ഡേറ്റ് ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് കൊടുക്കുന്നതെന്നും പിന്നെ വണ്ടിയുടെ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, വണ്ടി അപ്ഡേറ്റഡ് ആണ്. ഐ മീൻ ഈ ഒരു കോക്പിറ്റ് വ്യൂ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. പ്രീവിയസ്ലി ആ ഒരു അനലോഗ് ടൈല്, ഡിജിറ്റൽ പ്ലസ് അനലോഗ് ടൈലായിരുന്നു ഒന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് ഒരു ഫുള്ളി ഡിജിറ്റൽ കൺസോൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോക്പിറ്റ് വ്യൂ ഉണ്ടല്ലോ, അത് നല്ല രസമായിട്ടുണ്ട് കാണാനൊക്കെ. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയുക, കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഏറെക്കുറെ നമ്മുടെ എന്താ പറയുക, ഒറ്റ നടന്ന് നോക്കി കഴിഞ്ഞാൽ ഡോമിനാറിൻ്റെ പോലെയൊക്കെ തോന്നും. പിന്നെ എന്താ പറയുക, ഇവിടെയാണെങ്കിൽ നമുക്കൊരു USB ചാർജർ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, വണ്ടി 4 സൈഡ് ഇൻഡിക്കേറ്റർ LED ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു M ബട്ടൺ വരുന്നുണ്ട്. ഈ M ബട്ടൺ ഞാൻ ഞെക്കിയിട്ട് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറയുക. ഇതെന്താണ് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. കാരണം ഞാൻ ടോഗിൾ ചെയ്യുന്നൊക്കെയാണെങ്കിൽ ഈ M ബട്ടൺ യൂസ് ചെയ്താണ്. പിന്നെ മാറ്റങ്ങൾ എന്ന് പറയുന്ന വണ്ടി ഇപ്പോൾ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് വരുന്നുണ്ട്. ക്ലച്ച് പിള്ളൊക്കെ നോക്കിയാൽ ഓ മാൻ വളരെ എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ ഗിയർ ബോക്സ് ഇപ്പോൾ ബട്ടർ സ്മൂത്താണ്. പ്രീവിയസ്ലിയും ബട്ടർ സ്മൂത്ത് ഗിയർ ബോക്സ് ആയിരുന്നു. ഐ മീൻ ഹോണ്ട ലെവൽ ബട്ടർ സ്മൂത്ത് അല്ല ഉദ്ദേശിച്ചത്, പ്രിസൈസ് ആണ്. നമുക്കറിയാൻ പറ്റും അന്ന് ഹാർഡല്ല, സുസുക്കി പോലെ ഹാർഡും അല്ല, നല്ല അടിപൊളി ഗിയർ ബോക്സ് ആണ്. പിന്നെ പറയാതിരിക്കാം സോ സൗണ്ട്, എൻ്റെ മോനെ ബ്രില്യൻ നോട്ടാണ്, ഒരു രക്ഷയില്ല. ഓക്കെ ഇനഫ്. ഓ മാൻ, ഫസ്റ്റ് തന്നെ ഓടിച്ചെന്താണെന്ന് അറിയോ, പ്രീവിയസ് വെച്ച് ഞാൻ പറയുമ്പോഴത്തേക്കും ക്ലച്ച് സൂപ്പർ ലൈറ്റാണ്. സൂപ്പർ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റാണ്. ഓക്കെ, ഒരു എഫേർട്ടില്ലാണ്ട് തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഐ മീൻ ക്ലച്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് എന്താ പറയുക സ്മൂത്തായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ക്ലച്ച് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രീവിയസ് NS 200 യൂസർ ആണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കയറുമ്പോഴത്തേക്കും ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഈ ഒരു കൺസോൾ തന്നെയാണ്. പിന്നെ മിറേഴ്സ് ഒന്നും വലിയ മാറ്റമൊന്നുമില്ല. ആ ഒരു സെയിം മിറേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വണ്ടി ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അതിലും മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്നാ പറയുക, മൊത്തത്തിൽ എഞ്ചിൻ റിഫൈൻമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NS 200 BS 6-ന് ശേഷം നല്ല റിഫൈൻഡ് ആണ്, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. എഞ്ചിനൊക്കെ പക്കയാണ്, ഒന്നും പറയാനില്ല. എക്സോസ് നോട്ട് ഉണ്ടല്ലോ, എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത എക്സോസ് നോട്ടാണ് കേട്ടോ. ഞാൻ അവസാനം ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ വണ്ടിയുടെ എക്സോസ് നോട്ട് മാത്രമായിട്ടൊരു വീഡിയോ ഇട്ട് കാണിച്ചു തരാം. എത്രത്തോളം ക്യാമറ അത് ക്യാപ്ചർ ചെയ്യുന്ന എനിക്കൊരു ഐഡിയ ഇല്ല. ബട്ട് ഇൻ റിയൽ എന്താ പറയുക അടിപൊളിയാണ്. ഇൻ പേഴ്സൺ നിങ്ങൾ ഒരു വട്ടമെങ്കിലും വണ്ടി ടെസ്റ്റ് ഡ്രൈവിനെങ്കിലും ഒന്ന് ഓടിച്ചു നോക്കുക. ഈ ഒരു മോഡൽ ഓടിച്ചു നോക്കുക, ബ്രില്യൻ്റ് ആണ്. പിന്നെ എന്താ പറയുക, കൺസോൾ വൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോൾ നല്ല രസമാണ്. ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി വലുതാണ്. എന്നാൽ ഞാനിപ്പോഴും പറയുന്നു ഒരു ഫുൾ ലേ ഔട്ട് അവർക്ക് യൂസ് ചെയ്യാമായിരുന്നു തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ 5th ഗിയറിൽ ഐ തിങ്ക് കൺസോൾ ഡിസ്കണക്റ്റഡ് ആണ്. ഐ തിങ്ക് അറൗണ്ട് 60 50 കണ്ടേ പോയിക്കണേ. കണ്ടോ ആ DO വരെ എൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ റിലേറ്റീവ്ലി സ്ലോ സ്പീഡാണ്. എനിക്ക് നന്നായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. എഞ്ചിൻ ഒട്ടും സ്ട്രെസ്ഡ് അല്ല. എഞ്ചിൻ ഫീൽസ് എന്താ പറയുക ലോട്ട് കംഫർട്ടബിൾ. N250 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ N250 എവിടെയാണോ സാച്ചുറേറ്റ് ചെയ്യുന്നത് അവിടെയാണ് NS 200 അലൈവ് ആയിട്ട് വരുന്നത്. അത് N250 ഒരു 2 വാൽവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു എന്താ പറയുക ഗുണവും ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ ലോയിൻ ടോർക്ക് തന്നെയാണ്, ബ്രില്യൻ ലോയിൻ ടോർക്കാണ്. ദോഷം എന്ന് പറയുന്നത് വൺസ് ഒരു ഹയർ RPM ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ശരിക്കും സ്ലോയും കാര്യങ്ങളൊക്കെ ആവും. വണ്ടി മതി ഇനി കുറച്ച് നേരം പയ്യപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഇട്ട് തരും. ഇതിനാ വിഷയമില്ല. ഇത് 5000 RPM കഴിയുമ്പോഴത്തേണ്ട് ശരിക്കും എന്താ പറയുക ആ ഒരു എന്താ പറയുക GM വയ്ക്കുന്നൊക്കെ പറയില്ല. നിങ്ങൾ കേട്ട് മടുത്തിട്ടുണ്ടാവും. ബജാജിൻ്റെ 5000 RPM മാജിക് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആണ്, ഒരു രക്ഷയില്ല. അതായത് വൺസ് വണ്ടി 5000 RPM കിക്കും ചെയ്താണ്ടല്ലോ വേറെ GB ആവാണ്. അതാണ് ശരിക്കും ഭയങ്കര ഒരു ക്യാരക്ടറുള്ളൊരു വണ്ടിയാണ്. ഡ്യൂക്ക് 200 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ക്യാരക്ടറുള്ള ഒരു എഞ്ചിനാണ്. അത് പറയാതിരിക്കാൻ വയ്യ. പ്രീവിയസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും BS3 ആ റോ പവറൊന്നും കിട്ടില്ല. പക്ഷേ ഈ ഒരു ഫ്യൂലിങ്ങും എന്താ പറയുക ത്രോട്ട്ലിംഗ് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുണ്ട്, കുറച്ചും കൂടി രസമായിട്ടുണ്ട്, കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു F7 4K തന്നെയാണ്. പറയാതിരിക്കാൻ വയ്യ. ഡയറക്ഷൻ ചേഞ്ചൊക്കെ അടിപൊളിയായിട്ട് നമുക്കിത് വെറുതെ ആഞ്ഞു കൊടുത്താൽ പോലും വണ്ടി അങ്ങ് ചരിഞ്ഞു നോക്കോളും. ബ്രില്യൻ്റ് ആണ് ഇതിൻ്റെ എന്താ പറയുക ആ ഒരു ഫ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ വണ്ടിയുടെ വീൽസ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ മീൻ വാക്ക്റൗണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടും ബാക്കും കൂടി ഏകദേശം 1 കിലോളം കുറഞ്ഞിട്ടുണ്ട്. അത് വണ്ടിയുടെ അൺസ്പ്രങ് വെയിറ്റിന് നന്നായിട്ട് എഫക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എന്താ പറയുക വെയിറ്റ് ഇല്ലായ്മ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വീൽസിന് വെയിറ്റ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നാ പറയുക, മൊത്തത്തിൽ ആയിക്കൂടി ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ടയേഴ്സാണ്. ഐ മീൻ ടയർ പ്രൊഫൈലല്ല, യെസ് ടയർ പ്രൊഫൈൽ പലരെ സംബന്ധിച്ചോളം വളരെ ഒരു വലിയ കൺസേൺ ആണ്. ഐ തിങ്ക് 100 സെക്ഷൻ ഫ്രണ്ടും 130 സെക്ഷൻ ബാക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒന്ന് അപ്സൈസ് ചെയ്യായിരുന്നു എന്നെല്ലാവരും പറയും. പക്ഷേ ശ്രദ്ധിക്കുക, ഫ്രണ്ടും ബാക്കും അപ്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ മൈലേജിന് നന്നായിട്ട് എഫക്റ്റ് ആവും.
അപ്പോൾ മൈലേജ് ഒരു 1-2 കിലോമീറ്റർ കുറയുള്ളൂ, പക്ഷെ എന്നാലും മൈലേജിൽ ചെറിയ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പ്രൊഫൈൽ എനിക്ക് വലിയ പരാതിയൊന്നുമില്ല. അപ്സൈസ് ചെയ്താൽ നന്നായി, അപ്സൈസ് ചെയ്തില്ലെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ ഒരു മാസിൻ്റെ ഒരു ഇതിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അപ്സൈസ് ചെയ്യാമായിരുന്നു. കാരണം ഇത്രയും പൈസ കൊടുക്കുന്നതല്ലേ, 2 ലക്ഷം കൊടുക്കുന്ന ഒരാൾക്ക് 140 സെക്ഷൻ ടയർ ആഗ്രഹിച്ചുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടയേഴ്സ്. ഇതിനിപ്പോൾ വരുന്ന ടയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ TVSൻ്റെ യൂറോ ഗ്രിപ്പാണ്. എൻ്റെ മോനെ എന്താ പറയുക, പറയാൻ വാക്കുകളില്ല, തെറി മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. ഷോഗൺ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നടിച്ച് പറയാമല്ലോ, ഷോഗൺ ടയറാണ്. ഷോഗൺ ടയറാണ്. ഒരു കോൺഫിഡൻറ്റ് പോലും വണ്ടി തരുന്നില്ല. എസ്പെഷ്യലി കോർണേഴ്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, കോർണേഴ്സ് മീൻസ് കിടത്തി വിളിച്ചെന്നല്ല ഉദ്ദേശിച്ചത്, ചെറിയ വളവൊക്കെ വളയുമ്പോഴത്തേക്കും ആ ഒരു കോൺഫിഡൻറ്റ് വണ്ടി തരുന്നില്ല. ശരിക്കും ടയർ നമ്മളായിട്ട് വിട്ട് പിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് നന്നായിട്ട് ഫീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടയർ ശോകമാണ്, പറയാതിരിക്കാൻ വയ്യ. ബജാജ് എന്തുകൊണ്ട് വണ്ടി ഭയങ്കര ലേറ്റായിട്ട് അല്ലെങ്കിൽ ലേസി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ അവർക്ക് പർട്ടിക്കുലർ റീസൺ ഉണ്ട്. ഈ വണ്ടി ആക്ച്വലി ഇപ്പോൾ ഇറങ്ങിയിട്ട് ഈ ഒരു സെയിം എഞ്ചിൻ എന്ന് പറയാൻ പറ്റില്ല. പലരും പറയും സെയിം എഞ്ചിൻ 12 വർഷം എന്ന് പറയും, പക്ഷേ സെയിം എഞ്ചിൻ അല്ല. ഇതിന് BS3 വന്നിരുന്നത് ഒരു കാർബറേറ്റർ എഞ്ചിനായിരുന്നു, BS4 അതേ കാർബ് എഞ്ചിനായിരുന്നു. BS6 തൊട്ടാണ് അവർ FI എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഐ തിങ്ക് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് മോർ ഓർ ലെസ് 5 years ഓൾഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. അത് അത്രയ്ക്ക് ഓൾഡും കാര്യങ്ങളൊന്നുമില്ല. പലരും പറയണ കേട്ട് കഴിഞ്ഞാൽ യെസ്, എഞ്ചിൻ ഹെഡും ഫ്യൂലിംഗ് മാറ്റി വെച്ചാൽ ബാക്കിയെല്ലാം കമ്പോണൻസ് ഒക്കെ സെയിം ആണ്. പക്ഷേ വണ്ടിയിൽ ECUം FIയും വന്നതോടുകൂടി വണ്ടി കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുണ്ട്. പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഈ ഒരു FI എഞ്ചിൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ന്യൂ ആണ്. ബട്ട് യെസ്, ഈ ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ 12 year old പറയാതിരിക്കും. അതിപ്പോൾ ഡ്യൂക്ക് 200 അത് തന്നെയല്ലേ. ഡ്യൂക്ക് 200 LED വന്നു, പുതിയ സ്പ്ലിറ്റ് ചാസി വന്നു, എന്ത് കാര്യം, എഞ്ചിൻ ഇപ്പോഴും സെയിം അല്ലേ. എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു വിഷ്വൽ ഡിഫറൻസ് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് വണ്ടിയുടെ എഞ്ചിൻ വൈസ് നോക്കുവാണെങ്കിൽ വണ്ടിക്ക് ഇപ്പോഴും ഒരു കുറവില്ല. വണ്ടി ഈസ് പെർഫോമിങ് ബ്രില്യൻ. NS 200 എന്ന് പറയുന്നത് വെറും ബ്ലാസ്റ്റാണ്, വേറൊന്നും പറയാനില്ല. നല്ല രസമാണ്. എന്നാൽ ആ പഴയ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, പഴയ ഫീൽ കിട്ടുന്നില്ല. അത് കാർബൺ വണ്ടി ഓടിച്ചവർക്ക് മനസ്സിലാവും. അതിന് എന്താ പറയുക, ഫ്യൂലിംഗ് ഇത്തിരി കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി രസമാണ്. ആ ഒരു ഫീലും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് നൈസാണ്, ഗുഡ് വേ ആണ്, നല്ല ഫീലും കാര്യങ്ങളൊക്കെ വേണ്ടി തരുന്നുണ്ട്. ഐ തിങ്ക് ഇപ്പോഴത്തെ ഒരു 200cc വണ്ടി പക്ഷേ നോക്കുവാണെങ്കിൽ നല്ല ഫീലും ഫീഡ്ബാക്കുള്ളൊരു വണ്ടി തന്നെയാണ്. രസമാണ്, മൊത്തത്തിൽ വളരെ എൻഗേജിങ് ആണ്, ഒട്ടും മടുപ്പിക്കില്ല, നിങ്ങളെ എടുത്ത് ബോറടിപ്പിക്കില്ല. എപ്പോഴും എന്താ പറയുക, ഓ മാൻ ലിസൺ ടു ദാൻ എക്സോസ് റോഡ് മാൻ, എക്സോസ് റോഡ് സീന. എന്താ പറയുക, ഈ വണ്ടി മേടിക്കാൻ എക്സോസ് റോഡ് മാത്രം മതി ഒരു കാരണമായിട്ട്. എഞ്ചിൻ ഇപ്പോഴും സെയിം ആ ഒരു 199.5cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണെന്ന് ആലോചിക്കുക. ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ 10 കൊല്ലം പഴക്കം എന്നൊക്കെ പറയാൻ ഇപ്പോഴും ലിക്വിഡ് കൂളിംഗ് ആണ്. ഇപ്പോഴും എന്താ പറയുക, മറ്റ് ബ്രാൻഡുകളൊക്കെ ലിക്വിഡ് കൂളിങ്ങിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, റോയൽ എൻഫീൽഡൊക്കെ ലിക്വിഡ് കൂളിംഗ് എന്താണെന്ന് പറയുന്നത് ആ ഒരു ഹിമാലയനോട് കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പോഴത്തേക്ക് മനസ്സിലാവും എത്രത്തോളം എന്താ പറയുക മുന്നിലായിരുന്നു എന്നുള്ള കാര്യം. അടിപൊളിയാണ് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ. പിന്നെ അത് എക്സ്പേർട്സ് അതിന് ലിക്വിഡ് കൂളിംഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ന് പറഞ്ഞിരിക്കും. ഓ മാൻ, ബ്രേക്കിംഗ്. യെസ്, എൻജിൻ ഒട്ടും എൻ്റെ അഭിപ്രായത്തിൽ എന്താ പറയുക, ഒട്ടും ഔട്ട്ഡേറ്റഡ് അല്ല. 2024 വെച്ച് നോക്കുവാണെങ്കിലും എൻജിൻ ഇപ്പോഴും അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കും തരുന്ന ഒരു വണ്ടി വേറെ ഇല്ല. പിന്നെയും കുറച്ചും കൂടി എന്താ പറയുക, റോ ഫീൽ കിട്ടണമെങ്കിൽ ഡ്യൂക്ക് 200 എടുക്കണം. ഡ്യൂക്ക് 200 പക്ഷേ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് മുന്നിലാണ്. വളരെ നല്ല പ്രൈസ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ അതിന് വരുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ വണ്ടി സ്റ്റിൽ വാല്യൂ ഫോർ മണി എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം വേറൊരു വണ്ടിയില്ല. N250 ഞാൻ പറഞ്ഞു, N250 ലോ ആൻഡ് ടോർക്കൊക്കെ അടിപൊളിയാണ്. 2 വാൽവ് ആയതുകൊണ്ട് തന്നെ 2 വാൽവിൻ്റെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോയിൻ്റെ അടിപൊളിയാണ്. പക്ഷേ ആ വണ്ടി എവിടെ എന്താ പറയുക സാച്ചുറേറ്റ് ചെയ്ത് അയ്യോ മതി എന്ന് പറഞ്ഞ് തുടങ്ങുന്നു, അവിടെ NS 200 എന്താ പറയുക ആ ഒരു പോയിന്റിലാണ് NS 200 ലൈവ് ആവുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ബജാജ് ഈ വണ്ടി എന്താ പറയുക, അവരെ ടാഗ് ലൈൻ സഹിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് വേൾഡ്സ് ഫേവറേറ്റ് ഇന്ത്യൻ എന്നാണ്. പക്ഷെ അത് സത്യമാണ്. ആ ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞത് ശരിക്കും എന്താ പറയുക, കറക്റ്റ് യോജിച്ചൊരു ടാഗ് ലൈൻ തന്നെയാണ്. കാരണം ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ഫിലിപ്പീൻസ്, ടർക്കി, ലാറ്റിൻ അമേരിക്ക, അതായത് കൊളംബിയ, ബ്രസീൽ, അർജൻറ്റീന, അവിടെയൊക്കെ ഉണ്ടല്ലോ, മെക്സിക്കോ, അവിടെയൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഈ വണ്ടി. ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 200cc എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് NS 200. അപ്പോൾ അവിടെ ബജാജ് ഈ വണ്ടി ഇറക്കിയപ്പോഴത്തേക്ക് അവരൊന്നും പ്രതീക്ഷയില്ല ഇത്ര ഹിറ്റാവുന്നു. അപ്പോൾ അവിടെ വണ്ടി ഹിറ്റായി, അവിടെ വണ്ടി വെട്ടിത്തിളങ്ങി എന്താ പറയുക കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബജാജിന് ഈ ഒരു വണ്ടി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയിപ്പോയിട്ടുണ്ട്. അതായത് വണ്ടി പുതിയതായിട്ട് ഇറക്കി കഴിഞ്ഞാൽ അവിടുത്തെ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ട് വരും. അങ്ങനത്തെ ഒരു സിനാറിയോ വന്നാലെന്ന് ആലോചിച്ചിട്ട് അവർ വണ്ടി അപ്ഡേറ്റ് ചെയ്യാണ്ട് പോയിട്ടുണ്ട്. എന്ത് പറ്റിയാവോ, പെട്ടെന്നൊരു ബ്ലോക്ക്, ആക്സിഡൻ്റ് ആവാൻ വഴിയില്ല. ഓ ഓഫ് കോഴ്സ് EV ബ്രേക്ക് ഡൗൺ, ഓഫ് കോഴ്സ്. ഓബിയസ്ലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, വണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രശ്നം? വണ്ടി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക കുറച്ചും കൂടി സക്സസ് ആവുകയല്ലേ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യം എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്ത വണ്ടീനേക്കാൾ അപ്ഡേറ്റ് ചെയ്ത് ഫെയിലായ വണ്ടികളുടെ ലിസ്റ്റാണ് കൂടുതൽ. ഉദാഹരണം വേണോ, ഞാൻ പറഞ്ഞുതരാം. FC
ജിക്സർ, പിന്നെ ഏതാ വണ്ടി, പുതിയ ഹിമാലയൻ പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലിസ്റ്റ് ഉണ്ട്, ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. കരീഷ്മ എന്താ പറയുക, ഫസ്റ്റ് ടൈം കരീഷ്മ ഓണേഴ്സിനോട് ലേറ്റസ്റ്റ് കരീഷ്മ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആട്ടി വിടും. കാരണം അവർക്കൊന്നും ഇഷ്ടമായിട്ടില്ല. ഈവൻ ദോ കരീഷ്മ ഇറങ്ങിയിട്ട് ഞാൻ ഒരൊറ്റ എണ്ണം പോലും റോട്ടിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഹ്യൂജ് സക്സസ് ഒന്നും വിളിക്കാൻ പറ്റില്ല. മെയർലി സെല്ലിങ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഹ്യൂജ് സക്സസ്, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതും നമുക്ക് പറയാം. അപ്പോൾ ഇന്ത്യയിലെ ചരിത്രം എടുത്ത് നോക്കുവാണെങ്കിൽ എപ്പോഴും എന്താ പറയുക തോറ്റവരുടെ കഥയെന്നൊക്കെ പറയില്ലേ, അതെ, അപ്ഡേറ്റ് ചെയ്ത് നശിപ്പിച്ചവരുടെ ഒരു നിര തന്നെയുണ്ട്. അപ്പോൾ അതിന് ബജാജിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അപ്ഡേറ്റ് ചെയ്യാതെ വയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് റീസൺ ആയിരിക്കണമെന്നില്ല, പക്ഷേ അതും ഒരു കാരണമാവാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്തെന്ന് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് വണ്ടി ബ്യൂട്ടിഫുൾ ആണ്, വണ്ടർഫുൾ ആണ്, ഓടിക്കാൻ നല്ല രസമുണ്ട്, എൻഗേജിങ് ആണ്, ഇറ്റ്സ് ഫൺ. എന്താ പറയുക, ഇപ്പോൾ ഒരു ഫൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടി നിങ്ങൾ പലരും പറയും SF250 എന്നൊക്കെ പറയും. SF250 ചിരിപ്പിക്കല് SF250 ഒന്നും ഇതിൻ്റെ ഫണ്ണും ത്രില്ലും തരാൻ പറ്റില്ല. മേ ബി അത് റിഫൈൻഡ് ആയിരിക്കാം, മേ ബി അത് കുറേ നാൾ നിൽക്കുമായിരിക്കും, സമ്മതിച്ചു തന്നിരിക്കുന്നു, എല്ലാം സമ്മതിച്ചു തന്നിരിക്കുന്നു. അതിന് മേ ബി പവർ കൂടുതലായിരിക്കാം, പക്ഷേ ഐ തിങ്ക് ടോപ്പ് എൻഡിൽ ഇത് പിടിക്കുന്നു തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ഫണ്ണുണ്ടല്ലോ അതിന് തരാൻ പറ്റില്ല ബൈക്ക്. ഞാൻ വേണമെങ്കിൽ NS കൊണ്ടൊരു പുള്ള് കാണിച്ചു തരാം കേട്ടോ, 3rd ഗിയർ പുള്ള് കാണിച്ചു തരാവേ. Oh man, that was brilliant. സസ്പെൻഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഫ്രണ്ട് കുറച്ചും കൂടി ഫേം ആയിട്ടുണ്ട്. ഫ്രണ്ട് ഫേമാണ്, KTM ലെവല് അല്ലെങ്കിൽ ഡോമിനാർ ലെവല്, ഡോമിനാറിൻ്റെ ഒക്കെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡോമിനാറിലും കുറച്ചും കൂടി ഹാൻഡ്ലിംഗ് വൈസ് ഇത് അടിപൊളിയാണ്. കാരണം ഇതിന് വരുന്നത് ക്ലിപ്പ് ഓൺ ബാസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയില്ല, ഇതിൻ്റെ ഹാൻഡിൽ ബാർ നേരെ ഫോർക്കിലേക്ക് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങോട്ട് തട്ടുന്നോ വണ്ടി അങ്ങോട്ട് പൊക്കോളും. കണ്ടോ, വണ്ടി ഭയങ്കര പ്രിസൈസാണ്. ഡോമിനാറിലും കുറച്ചും കൂടി ബെറ്റർ ഹാൻഡ്ലിംഗ് തന്നെയുണ്ട്. ഡോമിനാറിലും ബെറ്റർ ഹാൻഡ്ലിംഗ് ഇപ്പോൾ കുറേ വണ്ടികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ സസ്പെൻഷൻ അവർ കുറച്ചും കൂടി സോഫ്റ്റർ ആക്കിയിട്ടുണ്ട് പ്രീവിയസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. ഐ തിങ്ക് BS6 USD4 വന്നില്ലേ, ആ ഒരു ഒപ്പം തന്നെ അവർ കൊണ്ടത്തേക്കും ബാക്കും അവർ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സോഫ്റ്റ് സെറ്റിങ്ങിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ വൈസ് വണ്ടി കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുണ്ട്. അത് മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നന്നായിട്ട് വലിപ്പിച്ച് കഴിഞ്ഞാണല്ലോ വണ്ടി ഇങ്ങനെ കിടന്ന് കുലുങ്ങുക മൊത്തത്തിൽ. ഫ്യൂവൽ എഫിഷ്യൻസി കൂടി കാണണം എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം കുറച്ചും കൂടി പ്രിസൈസാണ്. ത്രോട്ടിലിംഗ് ആയാലും ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ക്രൂസ് ചെയ്യുക, ഞാൻ പൊളിച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് നന്നായിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇതുപോലെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. യെസ്, അപ്പോൾ ചോദിക്കാം വൈബ്രേഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു 4000 to 6000 RPM ഇടയ്ക്ക് അതെന്ത് ഇതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ ഇഷ്യൂല, ഈ 4000 ഉണ്ട് ഇപ്പോൾ എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ 4000 6000 ഇടയ്ക്ക് ഈ ഹാൻഡിലിൽ നിന്നും ഫുഡ് പെക്സിൽ നിന്നും വൈബ്രേഷൻ വരുന്നുണ്ട്. പിന്നെ ടാങ്ക് ഹഗ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ടാങ്കിൽ നിന്നും കിട്ടുന്നുണ്ട്. അല്ലാത്ത പക്ഷേ ഈ വൈബ്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പുതിയ ഹിമാലയൻ്റെ അത്രയും കൂടി വൈബ്രേഷൻ ഇല്ല കേട്ടോ. പലരും വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് റോയൽ എൻഫീൽഡ് ആണ്. NS200 വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ റോയൽ എൻഫീൽഡ് വൈബ്രേഷൻ ആണോ? അങ്ങനെയല്ല. ഇതിൻ്റെ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അനോയിങ് അല്ല. പക്ഷേ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയനെ. കാരണം ഒരു 4000 to 6000 RPM എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. നല്ല ടൈറ്റ് ട്രാഫിക്കാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ 4th ഗിയറിലാണ് പോകുന്നത്. സ്പീഡ് എനിക്ക് ഒരു അറിവുമില്ല. ഐ തിങ്ക് 40 ആണെന്ന് തോന്നുന്നു. സുഖമാണ്, കുഴപ്പമില്ല. ഞാനിപ്പോൾ തിരിച്ചാലും കണ്ടോ എനിക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല. പക്ഷേ പില്ലൺ ഇരുത്തുവാണെങ്കിൽ സ്റ്റോറി വേറെയാണ്, നിങ്ങളൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. വിത്തൗട്ട് പില്ലനാണെങ്കിൽ ഒരുപാട് എന്താ പറയുക, ഒരു 3000 RPM താഴെ പോയിരുന്നാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിടന്ന് ഇങ്ങനെ കളിക്കാം, സുഖമാണ്. കണ്ടോ, ഞാൻ ഇപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നില്ല, 3rd ഗിയറിൽ തന്നെ വലിപ്പിക്കുകയാണ്. ഓ മാൻ, ഒരു എഫേർട്ടില്ല, വണ്ടി സ്ട്രെസ്ഡ് അല്ല, എന്താ പറയുക, നോക്കിംഗ് ഇല്ല, ഈസി ആയിട്ട് വണ്ടി വലിക്കാൻ പറ്റുന്നുണ്ട്. ഓ മാൻ, ഇറ്റ് ഈസ് മോർ കംഫർട്ടബിൾ. അപ്പോൾ ഇത് എങ്ങനെയുള്ളവർ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലിപ്പോഴും NS200 ചെറുതായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുക. നിങ്ങൾ എന്തായാലും NS200 ഒന്ന് എടുക്കും. കാരണം സ്റ്റിൽ ഫണ്ണാണ് ഗൈസ്, ഒന്നും പറയാനല്ല. പിന്നെ പില്ലൻ കംഫർട്ട് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് NS200 നല്ല കംഫർട്ടബിൾ ആണ്. റൈഡർ കംഫർട്ട് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ഇപ്പോൾ റൈഡർ സീറ്റ് ആ ഒരു മോഡൽ അവർ സീറ്റ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ബട്ട് കുറേ നേരം ഇരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. ഗൈസ് നമുക്ക് വേണമെങ്കിൽ വണ്ടി ഒന്ന് കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് വണ്ടിയുടെ പുറമേ എന്നുള്ള ലുക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. യെസ് മാൻ, വണ്ടി പുറമേ നിന്ന് എങ്ങനെയുണ്ടെന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചു തരാം. ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി കണ്ടതാണെന്ന് വിചാരിക്കുന്നു. ഓ മാൻ, ദാറ്റ് വാസ് സം റൈഡ്. യെസ്, ആ ഒരു പ്രീവിയസ് ജെന്നിലുള്ള കളേഴ്സ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ആരുടെ ഓ മാൻ, ആ ഹെഡ്ലൈറ്റ് നോക്കി ഒരു രക്ഷയില്ല മോനെ. അപ്പോൾ നമുക്ക് വണ്ടി തിരിച്ചു കൊടുക്കാൻ നേരമായി. വണ്ടിക്ക് നമുക്ക് കൊച്ചിയിൽ പ്രൈസ് വരുന്നത് ഇപ്പോൾ 2.5 lakh ഓൺ റോഡ് വരുന്നത്. പ്രീവിയസ് 10 NS200 ആ
ഹാലജൻ ഹെഡ്ലൈറ്റ് ഉള്ളത് UST4 മോഡൽ അതിപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഐ തിങ്ക് 1.95 ഇപ്പോഴും അവൈലബിൾ ആണ്. ഇതാകുമ്പോഴത്തേക്ക് നമുക്കൊരു 10,000 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഓ മാൻ, NS 200 പഴയത്. ഓ യപ്പ്. പിന്നെ ഈ വണ്ടി റേറ്റഡ് ആണോ എന്നൊരു ചോദ്യത്തിന് ഒറ്റ മറുപടി ഉള്ളൂ. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വണ്ടി ഔട്ട്ഡേറ്റഡ് ആയേക്കാം. ആ വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല. ആ വണ്ടി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കരീഷ്മയുടെ ഒരു നെയ്ക്കഡ് വേർഷനാണ്. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാം NS 200 ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയെന്ന് പറയാം. പക്ഷേ അത് വരാതെടുത്തോളം കാലം 1000 അടക്കമാണല്ലോ, നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല. NS 200 ഔട്ട്ഡേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. സ്റ്റിൽ വാല്യൂ ഫോർ മണി തന്നെയാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്, അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ NS 200 ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, വണ്ടി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എറണാകുളത്തുള്ള പോപ്പുലർ ബജാജിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചേസ്.